എല്ലാവർക്കും നമസ്കാരം. ഗുഡ് ഈവനിങ് ഓൾ ലീഡേഴ്സ് ഓർ പാർട്ട്നേഴ്സ്. നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ അറിയാം. ഒരുവിധപ്പെട്ട ആളുകൾക്ക് എന്നെ പരിചയപ്പെടുത്തണമെന്ന് ആവശ്യമില്ല. ഇന്ദിരാഗാന്ധിനെ എല്ലാവരും അറിയും, ഇന്ദിരാഗാന്ധി അങ്ങോട്ടാരും അറിയാവുന്ന കോലത്തിലാണ് നമ്മളൊക്കെ ഉള്ളത്. കാരണം ഇന്ന് ലോകത്ത് അറിയപ്പെടുന്ന ഒരു വ്യക്തികളായി മാറാനൊക്കെ നമുക്ക് പല ബിസിനസ്സിലൂടെ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അത് പലതുകൊണ്ടും ആവാം. അതുകൊണ്ട് തന്നെ ഞാൻ എന്നെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. എന്നാലും എന്നെ നമ്മുടെ ഗ്രേറ്റ് ലീഡർ ഷറഫു സാറ് എന്നെ പരിചയപ്പെടുത്തി. നിങ്ങൾക്ക് ഒട്ടുമുക്കാൽ ആളുകൾക്കും ഈ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്ന 99% ആളുകൾക്കും എന്നെ അറിയും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. പ്രത്യേകിച്ച് നിങ്ങളോടൊന്നും പറയാനില്ല. വളരെയധികം എക്സൈറ്റഡ് ആണ് നമ്മൾ എന്ന കാര്യം നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കുക. നമ്മൾ വളരെയധികം എക്സൈറ്റഡ് ആണ്. എന്തുകൊണ്ടാണ് എക്സൈറ്റഡ് എന്ന് പറഞ്ഞാല്, എനിക്ക് ഈ ബിസിനസിനെ പരിചയപ്പെടുത്തിയത് ഷറഫ് സാറും അതുപോലെ റഷീദ് സാർ കൊണ്ടോട്ടിയാണ്. നമ്മളൊക്കെ മുമ്പ് ഒരു ബിസിനസ്സിൽ കൂടെ ഉണ്ടായിരുന്നു എന്നതൊഴിച്ചാൽ മറ്റുള്ള ബന്ധങ്ങളൊക്കെ നമുക്ക് ഷറഫ് സാറായിട്ടും റഷീദ് സാറായിട്ടൊക്കെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ നിങ്ങളോട് എല്ലാവരും പറയാനുള്ളത്, നമ്മളിവിടെ ഷെയർ ചെയ്യുന്ന കാര്യങ്ങള് നിങ്ങളൊന്ന് മനസ്സിലാക്കിയിട്ട് നോട്ട് ചെയ്യണമെങ്കിൽ നോട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം. കാരണം നിങ്ങൾ കമ്മ്യൂണിറ്റിയിൽ പോകുമ്പോൾ, നിങ്ങൾ സൊസൈറ്റിയിൽ പോകുമ്പോൾ പല ആളുകളോടും ഈ ബിസിനസ് അവസരം ഷെയർ ചെയ്യുമ്പോൾ ആളുകളിൽ നിന്ന് വരുന്ന കുറെ ചോദ്യങ്ങളുണ്ട്. ഈ ചോദ്യങ്ങൾക്ക് ഓൾറെഡി ഞാനൊക്കെ നോട്ട് ചെയ്തിട്ടുണ്ട്. ആ ബിസിനസ് എന്നൊക്കെ നമുക്ക് നാക്ക് പൊള്ളിയത് കൊണ്ട് തന്നെ ഇനി അങ്ങനെ ഒരു പൊള്ളലേൽക്കാൻ പാടില്ല എന്നതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നോട്ട് ചെയ്ത് പോയ കുറെ കാര്യങ്ങൾ നമ്മൾ ഇതിന്റെ MD-യോട് നമ്മൾ നേരിട്ട് ചോദിക്കാനും അതിന് ആൻസർ കണ്ടെത്താനും കഴിഞ്ഞു എന്നുള്ളതാണ്. നമുക്കറിയാം, i200 മൾട്ടി സർവീസ് പ്രൈവറ്റ് കമ്പനി, കമ്പനിന്റെ മദർ കമ്പനിയാണ്. HI എന്ന് പറഞ്ഞാല് ഹാപ്പി ഇന്ത്യ എന്നാണ് ഇതിന്റെ ഫുൾ ഫോം. എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുക. ചില ആളുകൾ നിങ്ങൾ ഫീൽഡിൽ പോകുമ്പോൾ ചോദിക്കും, എന്താണ് ഈ HI200? ഹാപ്പി ഇന്ത്യ 2000 പുള്ളിന്റെ ഒരു 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 എന്താ പറയാ, അദ്ദേഹം സെറ്റ് ചെയ്തൊരു ഗോളാണത് കേട്ടോ. അപ്പൊ ഹാപ്പി ഇന്ത്യ 200 മൾട്ടി സർവീസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി, ഇത് രാത്തിഹല്ലി വില്ലേജിലെ അല്ലെങ്കിൽ റാണിബെന്നൂർ താലൂക്കിൽപ്പെട്ട റാത്തിഹല്ലി വില്ലേജിൽ ഉള്ള ഹാവല്ലി എന്ന സ്ഥലത്താണ് ഈ കമ്പനി സ്ഥിതി ചെയ്യുന്നത്. അതൊക്കെ നമ്മൾ സ്വാഭാവികമായും നിർബന്ധം നമ്മൾ പഠിക്കണം. നമ്മുടെ കമ്പനി എവിടെയാണ്? ചില ആൾക്കാർ ചോദിക്കും, നമ്മുടെ കമ്പനി എവിടെയാണ്? ഹാവല്ലിയിലാണ്. എവിടെയാണ് ഈ ഹാവല്ലി? ഏത് താലൂക്കിലാണ്? റാണി ബെന്നൂർ അതാണ് താലൂക്ക്. ഏതാണ് വില്ലേജ്? ഏത് വില്ലേജിലാണ്? റാത്തിഹല്ലി വില്ലേജിലാണ് ഈ കമ്പനി. ഈ മദർ കമ്പനി 2021 വന്നൊരു കമ്പനിയാണ്. അതിന്റെ അണ്ടറിൽ വരുന്ന മറ്റൊരു കമ്പനിയാണ് കിങ് ബസാർ എന്ന ഒരു കമ്പനി ഇതിന്റെ അണ്ടറിൽ വരുന്നതാ. എല്ലാത്തിനും എല്ലാവിധ കേരള ഗവൺമെന്റിന്റെ എല്ലാ രജിസ്ട്രേഷനും ഉള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ക്രമേണ നിങ്ങൾക്ക് നമ്മൾ അത് നമ്മളെ മീറ്റിങ്ങിലൊക്കെ നമ്മൾ കാണിച്ചു തരും. ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിന്റെ സർട്ടിഫിക്കേഷന്റെ കോപ്പി വേണമെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് ലീഡേഴ്സ് വഴി നിങ്ങൾക്ക് കിട്ടാനും കഴിയും. ഓക്കെ, അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, നമ്മുടെ കമ്പനി നമുക്കറിയാം, നമ്മുടെ കമ്പനിന്റെ പേരൊക്കെ നമ്മൾ മനസ്സിലാക്കി. അതുപോലെ നമ്മളെ MD ഇദ്ദേഹം ഓൾറെഡി, നമ്മൾ എപ്പോഴും ഒരു കമ്പനിനെ കുറിച്ച് പഠിക്കുമ്പോഴേ ഒരു 3-4 കാര്യങ്ങൾ നമ്മൾ നിർബന്ധമായി മനസ്സിലാക്കണം എന്ന് നമ്മൾ പറയാം. അതായത് ആ കമ്പനിന്റെ പ്രൊഫൈൽ എന്ത്, ആ കമ്പനിന്റെ പ്രൊഡക്റ്റ് എന്ത്, ആ കമ്പനിന്റെ കോമ്പൻസേഷൻ പ്ലാൻ എന്ത്, ആ കമ്പനിന്റെ എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ത്. ഈ 4 കാര്യം നിർബന്ധമായിട്ടും ഏത് കമ്പനിനെ കുറിച്ച് നിങ്ങൾ കേൾക്കുമ്പോഴും നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇവിടെ അതേപോലെ തന്നെ ഈ കമ്പനിന്റെ പ്രൊഫൈൽ എന്താ ചോദിച്ചാല്, ഈ കമ്പനിന്റെ പ്രൊഫൈൽ എന്ന് പറയുമ്പോൾ നമ്മുടെ MD സാറ്, അദ്ദേഹം ഓൾറെഡി ഒരു പ്രൊഫസറാണ്. അദ്ദേഹം ഒരു പ്രൊഫസർ മാത്രമല്ല, ഒരു വലിയ കോളേജിന്റെ പ്രിൻസിപ്പൾ ആയിട്ട് 8 വർഷത്തോളം ജോലി ചെയ്ത ആളാണ്. ആ ജോലി ചെയ്യുമ്പോൾ തന്നെ ഇദ്ദേഹം മറ്റ് നെറ്റ്വർക്കിൽ ഇദ്ദേഹം പ്രവർത്തിച്ചിരുന്നു. അതിന്നൊക്കെ അദ്ദേഹത്തിനും അദ്ദേഹത്തിന് കൂടെ വന്നവർക്കും നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞത്. അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഉണ്ടാക്കിയ ഒരു പ്ലാനും കാര്യങ്ങളുമാണ്. കാരണം രാജ്യത്ത് കുറെ പാവങ്ങൾ, നമ്മളൊക്കെ പാവങ്ങളായി പോയാല് നമ്മളും തെറ്റും കുറ്റമൊന്നും അല്ല. അപ്പൊ ഈ രാജ്യത്തിലെ എല്ലാവർക്കും
ഒരു മാഷെ നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ട് തോന്നുന്നു. നമുക്ക് രോഗം വരുന്ന അവസ്ഥയിലേക്ക് സമയത്ത് മക്കൾക്ക് നല്ലൊരു രീതിയിൽ നമ്മളെ ഒരു ആയിട്ടാണ് അദ്ദേഹം ഈ സൊസൈറ്റി. ഇനി നമ്മുടെ ഈ ബിസിനസ് നമ്മുടെ ഗ്രേറ്റ് ലീഡർ, നമ്മളൊരു ഗ്രേറ്റ് ലീഡർ ഉണ്ട്, ജനാർദ്ദനൻ സാറ്. അദ്ദേഹത്തെ കുറിച്ചൊക്കെ പറയുമ്പോൾ നമുക്ക് ഇപ്പോഴും നമ്മളൊക്കെ വികാരഭരിതരാവാം. ജനാർദ്ദൻ സാറ്, അതുപോലെ തന്നെ നമ്മുടെ ഷമീർ സാറ്, നമ്മുടെ പുത്തൂരിലെ ഷമീർ സാറ്, അതുപോലെ തന്നെ യോഗേഷ് സാറ്. നമ്മൾ അവിടെ എത്തിയപ്പോഴത്തെ ശിമോഗയിൽ നമ്മൾ എത്തിയപ്പോത്തിന് നമുക്ക് വേണ്ടി അവർ താമസ സൗകര്യം ഒരുക്കിയിട്ടുണ്ട്, നമ്മളെ ഭക്ഷണം ഒരുക്കിയിട്ടുണ്ടായിരുന്നു. വളരെ സന്തോഷം നമുക്കായി. നമുക്ക് ഒരു പ്രോബ്ലം ഉണ്ടായിട്ടില്ല എന്നുള്ളതാ. നമ്മൾ അവിടുന്ന് ഉച്ചക്കത്തെ ഭക്ഷണമൊക്കെ കഴിച്ച് പിന്നെ നമ്മൾ MD കണ്ട് എല്ലാ കാര്യങ്ങളും കഴിയുന്നത് വരെ നമുക്ക് എല്ലാത്തിനും നമ്മളെ കൂടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ ജനാർദ്ദൻ സാറ്. ജനാർദ്ദൻ സാറൊക്കെ ഇതിൽ ഏറ്റവും കൂടുതൽ ഇൻകം വാങ്ങിയ ഒരു വ്യക്തിയാണ്. അതായത് 5 കോടിയോ 8 കോടിയൊക്കെ വാങ്ങിയ ആളുകളുണ്ട്, 9 കോടി വാങ്ങിയ ആളുകളുണ്ട്. അതുപോലെ തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും എപ്പോഴും നമുക്കെല്ലാ വേണ്ട ഉപദേശങ്ങൾ തരുന്ന നമ്മുടെ ഷമീർ സാറ്, കാസർഗോഡിലെ ഷമീർ സാറ്. അദ്ദേഹം ഓൾറെഡി 3-4 ഭാഷ അറിയുന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം. അപ്പൊ അദ്ദേഹമൊക്കെ നമ്മളവിടെ ചെന്നപ്പോൾ, അതേപോലെ യോഗേഷ് സാറ്, നമ്മുടെ മൈസൂർ ഫ്രാഞ്ചൈസിന്റെ ഓണറാണ് നമ്മുടെ യോഗേഷ് സാറ്. ഇവരൊക്കെ നമ്മളവിടെ ചെന്നപ്പോത്തിന് നമ്മളവിടെ വണ്ടി നിർത്തിയപ്പോൾ നമ്മളെ സ്വീകരിക്കാന്, നമുക്ക് ഭക്ഷണം തരാന്, നമുക്ക് താമസ സൗകര്യം ഒരുക്കാനൊക്കെ വളരെ ഉഷാറായിരുന്നു. നമുക്ക് ഒരു പ്രോബ്ലംസും അവിടെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാ. നമ്മുടെ യാത്രയിലൊക്കെ ഷമീർ സാർ നമ്മളിങ്ങനെ വിളിക്കുമ്പം അദ്ദേഹം ഓരോ സമയത്തും നമുക്ക് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ തരും. അങ്ങനെ നമ്മള് ഇവിടുന്ന് യാത്ര കഴിഞ്ഞ ചൊവ്വാഴ്ച ഞങ്ങള് ഒരു 9:45 രാമനാട്ടുകർന്ന് യാത്ര തിരിച്ചു. അങ്ങനെ നമ്മൾ അവിടെ എത്തി. അന്ന് നമ്മളവിടെ താമസിച്ച് പിറ്റേ ദിവസം രാവിലെ 8:30 മണിക്ക് നമ്മൾ കുളിച്ചൊരുങ്ങി പുറത്തിറങ്ങി. അങ്ങനെ നമ്മൾ നാസ്തൊക്കെ കഴിച്ചു. നാസ്ത കഴിക്കാൻ വേണ്ടി നമ്മൾ നല്ല ഹോട്ടലിലേക്ക് കൊണ്ടുപോയി. ഈ നമ്മളെ ജനാർദ്ദൻ സാറും ഷമീർ സാറും അതുപോലെ യോഗേഷ് സാറൊക്കെ കൂടിയിട്ട് അങ്ങനെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചു അവിടുന്ന് യാത്ര തിരിച്ചു. അങ്ങനെ യാത്ര തിരിച്ച് നമുക്ക് 10 മണിക്കാണ് ശരിക്കും അപ്പോയിന്റ്മെന്റ്. പക്ഷെ അവിടെ ജനങ്ങളുടെ ബാഹുല്യം കാരണം ഞാൻ ആ വീഡിയോയിൽ അതേപോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജനങ്ങളുടെ തിരക്ക്, ഇന്ത്യന്റെ എത്ര സംസ്ഥാനങ്ങളുണ്ടോ ഈ ഒട്ടുമുക്ക സംസ്ഥാനങ്ങളിൽ നിന്നും അന്ന് ആളുകളവിടെ വന്നിട്ടുണ്ടായിരുന്നു. ആ ആളുകളൊക്കെ തിരക്ക് കൊണ്ട് ഒരു ചായ പോലും കുടിക്കാൻ വേണ്ടിക്ക് സമയം കിട്ടിയില്ലെന്നാ അദ്ദേഹം പറഞ്ഞത്. കാരണം ആളുകളെ പിരിച്ചുവിടണ്ടേ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട്. അങ്ങനെ എന്തായിരുന്നാലും വേണ്ടിയില്ല, നമ്മള് ഉച്ചഭക്ഷണമൊക്കെ കഴിച്ച് നല്ല യാത്ര ചെയ്യാണ്ട് കേട്ടോ. ഷിമോഗയിൽ തന്നെ 65-70 കിലോമീറ്ററോളം പോവാണ്ട് നമ്മുടെ ആലുവള്ളിക്ക്. അങ്ങനെ നമ്മൾ പോയി. അവിടെ ഒരു വെയർ ഹൗസ് ഉണ്ടായിരുന്നു, ആ വെയർ ഹൗസ് നമ്മൾ കണ്ടു. അത് കഴിഞ്ഞ് പിന്നെ MD ഇന്ന സ്ഥലത്തുണ്ട് നമ്മോട് പറഞ്ഞു, ഓഫീസിലുണ്ട് പറഞ്ഞു. നമ്മൾ ഓഫീസ് പോയി. ആ ഓഫീസ് പോകുന്നതിന്റെ മുമ്പ് മറ്റു ചില സ്ഥലങ്ങളൊക്കെ നമ്മൾ സന്ദർശിക്കാനിടയായി. അങ്ങനെ കമ്പനിന്റെ ഓഫീസ് വിസിറ്റ് ചെയ്തു. കമ്പനിന്റെ കാര്യങ്ങൾ, MDയുമായി കാര്യങ്ങളൊക്കെ സംസാരിച്ചു. ഇപ്പൊ ഞാൻ ഓൾറെഡി നെറ്റ്വർക്ക് ചെയ്യൽ തുടങ്ങിയിട്ട് 26 വർഷം കഴിഞ്ഞു. ഈ 26 വർഷത്തിന്റെ ഇടക്ക് ഇത്രയും വലിയൊരു ഗോഡൌണ്, കമ്പനിന്റെ വെയർ ഹൗസ് എന്റെ ഈ 60 വയസ്സിനിടക്ക് ഞാൻ കണ്ടിട്ടില്ല. അത്രക്കും വലിയ ഒരു വെയർ ഹൗസ് ഗോഡൌണാണ് എനിക്ക് കാണാനിടയായത്. അങ്ങനത്തെ 8ഓളം ഈ വെയർ ഹൗസുകൾ ഈ ഹാൽവള്ളി അല്ലെങ്കിൽ കർണാടകന്റെ പരിധിയിലുണ്ടെന്നാ. ഹാൾവള്ളി തന്നെ ഉണ്ട് 8ഓളം വലിയ വലിയ ഹൗസുകൾ. ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമ്മുടെ വോയിസുകളൊക്കെ, നമ്മുടെ സംസാരമൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന ഷമീർ സാറുണ്ട്, മീറ്റിംഗിലുണ്ട്. അതുപോലെ തന്നെ ജനാർദ്ദൻ സാർ നമ്മളെ മീറ്റിംഗിലുണ്ട്, യോഗേഷ് സാർ നമ്മളെ മീറ്റിംഗ് കേൾക്കുന്നുണ്ട്. അവരെ എന്തെങ്കിലുമൊക്കെ തിരുത്തുകയാണെങ്കിൽ അവരെ തിരുത്തും, അവർ നോട്ട് ചെയ്യുന്നുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കുക, ഞാൻ പറഞ്ഞുകൊണ്ട് കമ്പനിന്റെ പ്രൊഫൈല്, അതുപോലെ കമ്പനിന്റെ പ്രൊഡക്റ്റ്, അത് തമ്മിലെ കമ്പനിന്റെ എഡ്യൂക്കേഷൻ സിസ്റ്റം, അതുപോലെ കമ്പനിന്റെ കോമ്പൻസേഷൻ പ്ലാൻ, അത് ഈ നമ്മുടെ കിങ് ബസാറിനെ കുറിച്ചിടത്തോളം എല്ലാം കൊണ്ടും നല്ല ഒരു പ്രൊഫൈലാണ്. ഞാൻ പറഞ്ഞു, ഈ കമ്പനിന്റെ MD ഒരു നല്ല വിദ്യാഭ്യാസം ഉള്ള ഒരു പ്രിൻസിപ്പൾ കോളേജിൽ, അദ്ദേഹം അതൊക്കെ ഒഴിവാക്കിയിട്ടാണ് ഈ രംഗത്തേക്ക് അദ്ദേഹം വന്നിരിക്കുന്നത്. മാത്രമല്ല, ഇദ്ദേഹത്തിന്റെ വലിയൊരു വിഷനും മിഷനും ആയിരുന്നത് ജനങ്ങൾക്കൊരു സാമ്പത്തിക ഫ്രീഡം ഉണ്ടാക്കി കൊടുക്കുക, എല്ലാവർക്കും ഒരു കൊമേഴ്സിലൂടെ വരുമാനം ഉണ്ടാക്കി കൊടുക്കാൻ ജനങ്ങളെ പ്രാപ്തരാക്കുക. അതാണ് അദ്ദേഹത്തിന്റെ ഉദ്ദേശ ലക്ഷ്യം. ഇങ്ങനെ നമ്മള് ഈ ബിസിനസ്സിൽ ഈ കമ്പനിയോടൊപ്പം നമ്മൾ ചേർന്ന് നിൽക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും രക്ഷപ്പെടാൻ കഴിയും. ഇപ്പൊ കമ്പനിന്റെ പ്രൊഫൈല് നല്ലൊരു കമ്പനിയാണ്, നല്ല ക്രെഡിബിലിറ്റി ഉള്ള ഒരു കമ്പനിയാണ് കിങ് ബസാർ. ഇനി ഈ കമ്പനിന്റെ പിന്നെ പ്രൊഡക്റ്റിലേക്ക് വരുമ്പോൾ, നമ്മളെപ്പോഴും പ്രൊഡക്റ്റ് ഇല്ല, വലിയൊരു കാര്യം തന്നെയാണ് കമ്പനിന്റെ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാല്.
സാധാരണക്കാര് വാങ്ങാൻ കഴിയുന്ന പ്രൊഡക്റ്റുകളും അതുപോലെ സാധാരണക്കാര് വാങ്ങാൻ കഴിയുന്ന എമൗണ്ടിലുള്ള പ്രൊഡക്റ്റുമായിരിക്കണം അല്ലെ. ഇപ്പൊ നമുക്കറിയാം ഇന്നിവിടെ MLM ഉണ്ട്. MLM-ന് നമ്മൾ എതിരല്ല കേട്ടോ. MLM-ൽ എല്ലാ പ്രൊഡക്റ്റും എല്ലാ MLM-ഉം സൂപ്പറാണ്, ഉഷാറാണ്. പക്ഷെ എന്താ MLM-ല് കാര്യങ്ങള്? അവിടെ പ്രൊഡക്റ്റിന് ചെറിയ പൈസ അല്ല ഉണ്ടാവുക. 100 രൂപന്റെ ഒരു പ്രൊഡക്റ്റിന് 1000, 2000, 5000 ഒക്കെ വില ഉണ്ടാവുന്നില്ലതാ. അതാണ് MLM-ന്റെ ഒരു നെഗറ്റീവ്. മനസ്സിലായോ? ചെറിയ പൈസന്റെ പ്രൊഡക്റ്റ് ഉണ്ടാവില്ല, ചെറിയ പൈസക്കാരെ ഓൾറെഡി ഉണ്ടാവുക. പക്ഷെ അതിന് വലിയ പൈസ ഈടാക്കിയിട്ടാണ് അവരത് മറ്റൊരു കൊടുക്കുക. എന്നാല് ഇവിടെ കിങ് ബസാറിൽ വരുമ്പോൾ നമ്മളെ പ്രൊഡക്റ്റ് നിങ്ങളിപ്പോ MRP വിലയിൽ നിങ്ങൾക്ക് പുറത്തുനിന്ന് കിട്ടുന്ന എല്ലാ ഉൽപ്പന്നങ്ങളും, അതായത് ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾ, ഞാൻ എപ്പോഴും പറയാറുണ്ട്, എന്തല്ല അപ്പക്കൊപ്പ സാധനങ്ങളല്ല, അതായത് ലോക്കൽ പ്രൊഡക്റ്റുകളല്ല, ബ്രാൻഡഡ് ഉൽപ്പന്നം. നമുക്കറിയാം ഇപ്പൊ ബ്രാൻഡഡ് സാംസങ് അല്ലെ, അതുപോലെ തന്നെ നമുക്ക് LG, അതുപോലെ തന്നെ വേൾപൂള്, അതുപോലെ തന്നെ നിരവധി ഇങ്ങനെ ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾ നമുക്കുണ്ട്. നമ്മുടെ നാട്ടിലും ഇതേപോലത്തെ വലിയ വലിയ ഷോപ്പുകളുണ്ട് അല്ലെ. ഇപ്പൊ പല കമ്പനികളുടെയും പ്രോഡക്റ്റുകൾ, LG-ന്റെ ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീന്, അതുപോലെ തന്നെ എയർ കണ്ടീഷൻ, AC, അതൊക്കെ വിൽക്കുന്ന, അതുപോലെ തന്നെ ഹോം അപ്ലയൻസുകള് അല്ലെ, അടുപ്പ്, അതുപോലെ തന്നെ പാത്രങ്ങള് ഒക്കെ വിൽക്കുന്ന നിരവധി ഷോപ്പുകൾ നമുക്കറിയാം അല്ലെ. ഹോൾസെയിൽ വലിയ കച്ചവടം നടക്കുന്നത്. ആ ഷോപ്പിലൊക്കെ MRP വിലയിൽ കൊടുക്കുന്ന എല്ലാ പ്രൊഡക്റ്റിന്റെയും 50% വിലയിലാണ് ഇവിടെ കിട്ടുക കിങ് ബസാറിൽ. അത് പറയുമ്പോ കുറെ ആൾക്കാർക്ക് വിശ്വസിക്കാൻ കഴിയില്ല കേട്ടോ. എന്നോട് കുറെ ആൾക്കാർ ഇന്നിപ്പോ എന്നോട് കുറച്ച് ഒരു സമയം മുമ്പായിട്ട് ആൾക്കാർ ചോദിച്ചു, എങ്ങനെ മാഷ കൊടുക്കാൻ കഴിയാം? അത് കൊടുക്കാൻ കഴിയുന്നില്ലത് നമ്മൾ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. അപ്പൊ നമ്മളെ പ്രൊഡക്റ്റുകള് ജനങ്ങൾക്ക് ആവശ്യമുള്ള പ്രൊഡക്റ്റാണ്. നമുക്ക് ഫ്രിഡ്ജ് വേണം, AC വേണം, അല്ലെങ്കിൽ പിന്നെ പാത്രം വേണം, അല്ലെങ്കിൽ കുക്കർ വേണം, അല്ലെങ്കിൽ നമുക്ക് വാഷിംഗ് മെഷീൻ വേണം, നമുക്ക് പിന്നെ അടുപ്പ് വേണം. ഇതൊക്കെ നമുക്ക് ബ്രാൻഡഡ് സാധനങ്ങൾ നമുക്ക് 50% വിലക്കുറവിൽ വാങ്ങാനുള്ള പ്രൊഡക്റ്റുകളാണ് നമുക്ക് ഇവിടെ ഉള്ളത്. അവിടെ ഇലക്ട്രോണിക്സ് പ്രൊഡക്റ്റുകളുണ്ട്, സ്റ്റേഷനറി പ്രൊഡക്റ്റുകളുണ്ട്, പിന്നെ ക്ലോത്ത് ഐറ്റംസുകൾ ഉണ്ട്, ഫുഡ് വെയർ ഉണ്ട്, ഓൾ കൈൻഡ് ഓഫ് ഐറ്റംസ് ഇവിടെ കിങ് ബസാറിൽ അവൈലബിൾ ആണ്. ഇനി പിറകില് നമ്മുടെ FMCG പ്രൊഡക്റ്റുകളും വരുന്നുണ്ട്. അപ്പൊ നമുക്കറിയാം ഇന്നിപ്പോ ആമസോൺ, ഫ്ലിപ്കാർട്ട്, മിന്ത്ര അല്ലെ, നിരവധി ഓൺലൈൻ ഷോപ്പുകൾ അല്ലെങ്കിൽ കൊമേഴ്സ് പോർട്ട് ഉണ്ട്. ഈ കിങ് ബസാർ എന്ന് പറയുന്ന കൊമേഴ്സ് പോർട്ടാണ്. നിങ്ങൾക്ക് ഫ്ലിപ്കാർട്ടിലും ആമസോണിലും മീഷോയിലും എന്തൊക്കെ കിട്ടുമോ അതൊക്കെ ഇവിടെ കിട്ടും. അപ്പൊ ചില ആളുകൾ ഇത് പറയുമ്പോ പകുതി വിലക്ക് കിട്ടും പറയാൻ വിശ്വസിക്കില്ല. അപ്പൊ ഇങ്ങോട്ട് എനിക്ക് പറയല്ലേ, നിങ്ങൾ ഒന്ന് നിങ്ങൾ ഫ്ലിപ്കാർട്ടിന്റെ ആമസോണിന്റെ സൈറ്റിൽ കയറുമ്പോൾ ചില സന്ദർഭത്തിൽ ചില പ്രൊഡക്റ്റുകൾക്കൊക്കെ അവിടെ 70% കമ്മി, 40% വിലക്കുറവ്, 30% വിലക്കുറവ്. അതെങ്ങനെ കൊടുക്കാൻ കഴിയുന്നത്? കൊടുക്കാം. MRP വിലയിൽ നിന്നും 50% വിലയിൽ കൊടുക്കാൻ കഴിയുന്ന സത്യം തന്നെയാണ്. അത് കൂടുതൽ കാര്യങ്ങൾ നമ്മുടെ മീറ്റിംഗിന്റെ അവസാനം ഷമീർ സാറ് നമ്മോട് സംസാരിക്കും. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, ഈ പ്രൊഡക്റ്റുകൾ ജനങ്ങൾക്ക്, സാധാരണക്കാരായ ആളുകൾക്ക് ഉപയോഗപ്രദമായ പ്രൊഡക്റ്റുകളാണ്. എല്ലാ പ്രൊഡക്റ്റുകളും ഒന്നും വേസ്റ്റ് തള്ളാനില്ല. നമുക്കുള്ള പ്രശ്നം എന്താ ചോദിച്ചാൽ, ഇവിടെ നമുക്ക് കേരളത്തിൽ ഇതിന്റെ ഫ്രാഞ്ചൈസികൾ വന്നിട്ടില്ല, കടകൾ വന്നിട്ടില്ല എന്നൊറ്റ കുഴപ്പമല്ലത്. കാരണം നമുക്ക് ബിസിനസ് പഠിത്ത് കിട്ടിയിട്ടുള്ളൂ. അപ്പൊ നമ്മളിതിനെ കുറിച്ച് പഠിച്ചു, കമ്പനി വിസിറ്റ് ചെയ്തു, അപ്പൊ നമുക്ക് ഉറപ്പ് വെച്ച കാര്യങ്ങൾ അങ്ങോട്ട് പറയണേ. അപ്പൊ ഫ്രാഞ്ചൈസി നമുക്ക് ഓരോ ഭാഗത്തും കൊണ്ടുവരണമെങ്കിൽ നമുക്ക് കൊണ്ടുവരാം. അതിന് നമ്മൾ കൊടുക്കേണ്ട 10 ലക്ഷം രൂപ. ഒരു ഫ്രാഞ്ചൈസി ഒരു ഭാഗത്ത് കൊണ്ടുവരാൻ 10 ലക്ഷം രൂപക്ക് നമ്മൾ കൊടുത്താൽ നമുക്ക് 20 ലക്ഷം രൂപക്ക് കമ്പനി പ്രൊഡക്റ്റ് തരും. കമ്പനി പറയുന്ന പ്രൊഡക്റ്റ് അല്ല കേട്ടോ, നമ്മൾ പറയുന്ന പ്രൊഡക്റ്റ് നമുക്ക് പോയിട്ട് കണ്ടിട്ട് നമുക്ക് സെലക്ട് ചെയ്ത് കൊണ്ടുവരാം. അങ്ങനെയാണെങ്കിൽ 10 ലക്ഷം കൊടുത്താൽ 20 ലക്ഷത്തിന്റെ പ്രൊഡക്റ്റ് കമ്പനി തരും. മാത്രമല്ല നമ്മളെ പ്ലാസ്റ്റിക് ഐറ്റംസുകൾ അത് നമുക്ക് ഒരു 4 ലക്ഷം രൂപക്ക് ഫ്രീ ആയിട്ട് കമ്പനി തരും. പിന്നെ ആ ഫ്രാഞ്ചൈസിയിൽ ഒരു കസ്റ്റമർ വന്നാൽ ആ കസ്റ്റമറിന്റെ ID അടിച്ചു കൊടുത്ത് ആക്ടിവേറ്റ് ചെയ്യാൻ ഉള്ള പിന്ന് ഇതൊക്കെ കമ്പനിക്ക് തരും. അങ്ങനെ അവിടെ കമ്പനി 42% പ്രോഫിറ്റിൽ ആ ഓണർക്ക് കൊടുക്കും. അവിടെ 50%, 8% പ്രോഫിറ്റ് ആ ഓണർക്ക് കിട്ടും. മറ്റു പല പ്രോഫിറ്റുകളുണ്ട്. എല്ലാം കൂടി പറയപ്പോ നമുക്ക് സമയമില്ല. അപ്പൊ നമ്മുടെ കമ്പനിയുടെ പ്രൊഡക്റ്റ് എല്ലാവർക്കും ഉപകാരപ്രദമായ പ്രൊഡക്റ്റ് ആണ് എന്നാ ഞാൻ പറയുന്നത്. മറ്റൊരു കാര്യങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ കോമ്പൻസേഷൻ പ്ലാൻ അത് വലിയൊരു സംഗതിയാണ്. നമുക്ക് എന്ത് കിട്ടും? കമ്പനിക്ക് കിട്ടുന്ന എല്ലാവർക്കും അറിയാം. നമ്മൾ ഏത് കമ്പനി, നമുക്ക് എന്ത് കിട്ടും അറിയാം. കമ്പനി വളരും, കമ്പനി പൈസ ഉണ്ടാക്കും, ഒരു രക്ഷപ്പെടും, പോവും, മുന്നോട്ട് പോക്കെ ചെയ്യാം. നമുക്ക് എന്ത് കിട്ടും? അത് വലിയൊരു ചോദ്യമാണ്.
ഇവിടെ നമുക്ക് ഈ കമ്പനിയുടെ പ്ലാൻ അനുസരിച്ച് കൊണ്ട് ഏതൊരു പാവപ്പെട്ടവനും ഇവിടെ നല്ല ഏർണിങ്സ് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് കിങ് ബസാർ. നിങ്ങളെല്ലാവരോടും എനിക്ക് വളരെ ഹൃദയം തൊട്ട് പറയാനുള്ളത്, ഈ ബിസിനസ്സിൽ ഒരു വർഷം നിങ്ങൾ നമ്മളെ കൂടെ നിൽക്കുകയാണെങ്കിൽ നിങ്ങളെ ലൈഫ് അങ്ങോട്ട് സെറ്റിൽ ആവും. നിങ്ങളുടെ അപ്പുറത്തെ പ്രോബ്ലംസ്, കടത്തിന്റെ പ്രോബ്ലംസോ ബാങ്കിലെ പ്രോബ്ലംസോ നിങ്ങളെ വീടിന്റെ പ്രശ്നങ്ങളോ മക്കളെ വിദ്യാഭ്യാസ പ്രശ്നങ്ങളോ മാരേജ്, എന്ത് പ്രോബ്ലംസ് നിങ്ങൾക്ക് ഉണ്ട് ഓൾറെഡി, ഇതൊക്കെ ഒരു വർഷം കൊണ്ട് നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് എല്ലാത്തിനും പ്രോബ്ലംസ് പരിഹാരം ഉണ്ടാക്കാൻ കഴിയും. നിങ്ങൾ കോടീശ്വരന്മാരും മാറും, യാതൊരു സംശയം വേണ്ട. അത്രക്കും സിംപ്ലിസിറ്റിയിൽ ഒരു കോമ്പൻസേഷൻ പ്ലാൻ ആണ് ഈ കമ്പനി മുമ്പുള്ളത്. നമ്മൾക്ക് ഈ കമ്പനിയിലെ പാക്കേജുകൾ നമുക്കറിയാലേ, ഒരു ഐഡിയ ആക്ടിവേഷൻ ചെയ്യാനുള്ള പാക്കേജ് 2500 പാക്കേജ് ഉണ്ട്, 5000 പാക്കേജ് ഉണ്ട്, 10000 പാക്കേജ് ഉണ്ട്, 25000 പാക്കേജ് ഉണ്ട്, 50000 പാക്കേജ് ഉണ്ട്, അങ്ങനെ പോകും. അപ്പൊ നമുക്ക് ഏതൊരു 2500 മുതൽ മുടക്കാൻ കഴിയാത്ത ഒരു സാധാരണക്കാരുണ്ടാവില്ല അല്ലെ. അപ്പൊ 2500 മുടക്കിയാൽ അയാൾക്ക് 2 ഓപ്ഷൻ ഉണ്ട്. എന്താ ഒരു ഓപ്ഷൻ? 2500 മുടക്കിയ വ്യക്തിക്ക് 5000 രൂപന്റെ സാധനം, അയാൾക്ക് ഇഷ്ടപ്പെട്ട സാധനം, അടിവരട്ടി മനസ്സിലാക്കണേ, കമ്പനി പറയുന്ന സാധനമല്ല, അയാൾക്ക് ഇഷ്ടപ്പെട്ട സാധനം 5000 രൂപക്ക് അദ്ദേഹത്തിന് പർച്ചേസ് ചെയ്യാം. 2500 മുടക്കിയ ഇനി 5000 ഒരാൾ ഐഡിയ ആക്ടിവേഷൻ ചെയ്തു, അയാൾക്ക് 10000 പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാം. ഒരാൾ 10000 പിന്നെ ഐഡിയ ആക്ടിവേഷൻ ചെയ്തു, എന്നാൽ അദ്ദേഹത്തിന് 20000 പ്രൊഡക്റ്റ് എടുക്കാം. 1 ലക്ഷം ചെയ്ത ആൾക്ക് 2 ലക്ഷത്തിന് പ്രൊഡക്റ്റ് വേണമെങ്കിൽ എടുക്കാം. ഇനി അതല്ല, പക്ഷേ നമുക്കിനി ടൈം 5 മിനിറ്റ് കേട്ടോ, കട്ടാവൂലേ? അപ്പൊ സമീർ സാറോട് വാങ്ങിയാൽ മതി. ഇനി MLM സിസ്റ്റം എന്താ, പ്രൊഡക്റ്റീവ് ആണെന്നല്ല അല്ലെ. അതുപോലെ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട പ്രത്യേക ഒരു കാര്യം, അടിവരയിട്ട് മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ വാങ്ങിയ അതിൽ ക്യാഷ് ബാക്ക് വാങ്ങാം. 2500, 5000, 10000, 1 ലക്ഷത്തിന്റെ ഒക്കെ ഐഡി നിങ്ങൾ ആക്ടിവേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആ പൈസക്ക് ഡബിൾ ആയിട്ട് പ്രൊഡക്റ്റ് വാങ്ങാം, അല്ലെങ്കിൽ ക്യാഷ് ബാക്ക് വാങ്ങാം. അപ്പൊ ചില ആൾക്കാർ അങ്ങനെ ക്യാഷ് ബാക്ക് കൊടുക്കാം. നോക്കുകയാണെങ്കിൽ ഗൂഗിൾ പേ, ഫോൺ പേ, പേടിഎം, അതുപോലെ സൂപ്പർ മണി, ഇതിലൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടുന്നത്. അപ്പൊ ക്യാഷ് ബാക്ക് ഒക്കെ എല്ലാവർക്കും വെയർ ഹൗസ് വിസിറ്റ് ചെയ്യണമെങ്കിൽ പോകാം, പക്ഷെ നല്ല ചെലവുണ്ട് നോക്കുക. ഞാനൊക്കെ എന്റെ സർഫു സാറെ കെയർ ഓഫിൽ ഫ്രീ ആയിട്ട് പോകുന്ന എന്റെ റഷീദ് സാറും എന്റെ സർഫു സാറൊക്കെ പിന്നെ മെത്തയിൽ കടത്തിക്കൊണ്ടാ കൊണ്ടുപോകുന്നത്. അപ്പൊ നമുക്ക് അടുക്ക് പോകാം, ഓരോരുത്തർക്കും 4000 റുപ്യ 5000 റുപ്യൊക്കെ ചെലവുണ്ടാവും. ഇവിടെ ഞാൻ അതിൽ ഫ്രീ ആയിട്ട് പോയി വന്നതെന്നില്ല, മനസ്സിലായി. അപ്പൊ നമുക്ക് പോകണമെങ്കിൽ പോവാം. അതിന് നമ്മൾ ട്രാവലറൊക്കെ വിളിച്ച് പോകണമെങ്കിൽ എക്സ്പെൻസ് ഉണ്ട് എന്ന കാര്യം മനസ്സിലാക്കാം. എന്താണെങ്കിൽ അതിന് പോകാൻ ഒരുങ്ങുന്നുണ്ടെങ്കിൽ ഒരു 2 മാസമെങ്കിലും നിങ്ങൾ വെയിറ്റ് ചെയ്യാം കേട്ടോ. ഇനി അടുത്ത യാത്ര അപ്പോഴായിരിക്കും നേരിക്കാറും കൂടുതൽ കാര്യങ്ങൾ സർഫു സാറും ശശി സാറും ഷമീർ സാർക്ക് നമ്മോട് പറയും. അപ്പൊ നമ്മുടെ കോമ്പൻസേഷൻ പ്ലാൻ എല്ലാം ഉഷാറാണ് കമ്പനിന്റെ, ഒന്നുകൊണ്ട് കമ്പനി മോശമല്ല. ഇനി ഞങ്ങൾ പറയാൻ മനസ്സിലാക്കാം, നമ്മളവിടെ പോയി കമ്പനിയോട് ചോദിച്ച് നമ്മൾ എങ്ങനെ സാറേ ഇത് കൊടുക്കാൻ പറ്റുക. അപ്പൊ സാറിന് നമ്മുടെ MD സാറിന് ഒന്നെങ്കിൽ ഹിന്ദി അറിയും, അല്ലെങ്കിൽ കന്നഡ അറിയുള്ളൂ. പിന്നെ നമ്മളെ കൂടെ ഷമീർ സാർ ഉള്ളതുകൊണ്ട് ഷമീർ സാറ് നമ്മൾ എന്തെങ്കിലും ചോദിച്ചാൽ അത് സാറിന്, ഷമീർ സാർ കന്നഡ അറിയും, തെലുങ്ക് അറിയും, തമിഴ് അറിയും, എല്ലാ ഭാഷയും അറിയും, അറബി അറിയും, കുറെ ഭാഷകൾ അറിയുന്ന ഒരു വ്യക്തിത്വമാണ് ഷമീർ സാറ്. അദ്ദേഹത്തിന് എനിക്ക് കുറെ മുമ്പ് പരിചയമുണ്ട് മറ്റൊരു ബിസിനസ്സിൽ നിന്ന്. അപ്പൊ എല്ലാം കൊണ്ട് നമുക്ക് ഗ്രേറ്റ് ലീഡറാണ്. വായില് വിരലിട്ട കടിക്കൂല എന്ന് പറഞ്ഞ 2 ലീഡർമാരാണ് നമ്മുടെ ജനാർദ്ദൻ സാറും അതുപോലെ ഷമീർ സാറും യോഗേഷ് സാറൊക്കെ. അപ്പൊ നമ്മള് ആളുകൾ ചോദിക്കുന്ന ചോദ്യമാണ്, അപ്പൊ നമ്മുടെ ഡോക്യുമെന്റ്സ് ഒക്കെ വളരെ ക്ലിയറാ. ആ ഡോക്യുമെന്റ്സ് ഒക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഷമീർ സാറ് കാണിച്ചു തരും. ഒരു കേരള ഗവൺമെന്റ് അല്ലെങ്കിൽ ഒരു MLM സിസ്റ്റത്തിൽ എന്തൊക്കെ ഒരു ബിസിനസ്സിന് വേണോ അതിന്റെ എല്ലാ സർട്ടിഫിക്കേഷനും ഈ കമ്പനിക്ക് ഉണ്ട് എന്നുള്ളതാണ്. അതൊക്കെ നമുക്ക് ആർക്ക് വേണമെങ്കിൽ PDF അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ കോപ്പികളൊക്കെ വേണമെങ്കിൽ നമുക്ക് വഴിയെ നമുക്ക് കൈമാറാം. ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കുക. ചില ആളുകൾ ചോദിക്കുക, എങ്ങനെ മാഷ് എന്താ പോലെ പ്രൊജക്ട്? ഈ കമ്പനിക്ക് നിരവധി ബിസിനസ്സുകൾ ഉണ്ട്. പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യം ഈ കമ്പനിക്ക് ഒരു ബിസിനസ് ഒന്ന് കമ്പനി ബൾക്കായിട്ട് പർച്ചേസ് ചെയ്യുന്നുണ്ട്. അവിടെ ബൾക്കായിട്ട് പർച്ചേസ് ചെയ്യുന്നത് ഈ പല രീതിയിലും ബൾക്ക് പർച്ചേസിംഗ് ഉണ്ടെന്ന് മനസ്സിലാക്കുക. നിങ്ങൾ മനസ്സിലാക്കുക, ബൾക്ക് പർച്ചേസിംഗ് എന്ന് പറഞ്ഞാല് ഒരു ഗോദ്രേജ്, അതുപോലെ സാംസങ്, LG ഇതുപോലുള്ള കമ്പനിയുടെ ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾ ബൾക്ക് പർച്ചേസ് ചെയ്യുന്നുണ്ട്. നമ്മൾ കൊടുക്കുന്ന പൈസ കമ്പനി ബൾക്ക് പർച്ചേസിന് വേണ്ടി ഉപയോഗിക്കുകയാണ്. അപ്പൊ ബൾക്ക് പർച്ചേസിന് ഉപയോഗിക്കുമ്പോൾ നമുക്ക് കമ്പനിക്ക് എന്ത് കിട്ടും? അത് വിലക്കുറവിൽ കിട്ടും. 25% അല്ലെങ്കിൽ 20%, 30% കമ്പനിക്ക് കിട്ടും. കമ്പനി വെയർ ഹൗസിന് കൊടുക്കുന്നത്, നമ്മുടെ ഫ്രാഞ്ചൈസിക്ക് കൊടുക്കുന്നത് 42%. അവിടെ ഫ്രാഞ്ചൈസിക്കാർ 8% പ്രോഫിറ്റ് എടുത്തിട്ട് നമുക്ക് 50% കിട്ടും. MRPന്റെ
50% വിലക്കുറവ് തരാൻ കഴിയും. ഇനി അവിടെ നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ എങ്ങനെയാ അത് ചെയ്യുന്നത്? അപ്പൊ ഞാൻ കമ്പനിയോട് ചോദിച്ച ചോദ്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ ചില ആൾക്കാർ പറയും ഇപ്പൊ ഈ ബൾക്ക് പർച്ചേസിംഗ് മനസ്സിലാക്കാൻ മറ്റൊരു കാര്യമുണ്ട്. ഞാൻ വ്യക്തമായി തുറന്നു പറയാട്ടോ. ബൾക്ക് പർച്ചേസ് ഇപ്പൊ ഉദാഹരണം പറയാ, ഒരു കമ്പനി അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ വലിയ വലിയ ഹോൾസെയിൽ കച്ചവടക്കാരുണ്ട്. ഈ ഫ്രിഡ്ജും എസിയും വാഷിംഗ് മെഷീനും ഒക്കെ കച്ചവടം ചെയ്യുന്ന വലിയ വലിയ കച്ചവടക്കാരുണ്ട്. ചില സന്ദർഭത്തിൽ ആ കച്ചവടങ്ങൾ എന്തുണ്ട്, പ്രതിസന്ധിയിൽ വരാറുണ്ട്. ചിലപ്പോൾ ബാങ്കിന്റെ ലോൺ ആവാം, അല്ലെങ്കിൽ പാർട്ട്നേഴ്സ് തമ്മിലെ പ്രോബ്ലംസ് ആകാം. ഇങ്ങനെ പ്രോബ്ലംസ് വരുന്ന സന്ദർഭത്തിൽ എന്ത് ചെയ്യും, അവരെ കടവിക്കും. അല്ലെങ്കിൽ ബാങ്കിന്റെ ലോൺ മര്യാദക്ക് അവരെ അടിച്ചു പോകാതിരിക്കുമ്പോൾ ബാങ്ക് എന്ത് ചെയ്യും, അവരെ അതൊക്കെ ലോക്ക് ചെയ്യും അല്ലെ. എന്നിട്ട് ബാങ്ക് എന്ത് ചെയ്യും, ലേലം ചെയ്ത് വിൽക്കും. ഇങ്ങനെ ലേലം ചെയ്ത് വിൽക്കുമ്പോ എന്താ ചെയ്യോ, നമ്മളെ കമ്പനിന്റെ MD-ക്ക് പല ആളുകളുമായിട്ട് ബന്ധമുള്ളത് കൊണ്ട് തന്നെ കമ്പനിക്ക് വിളി വരും. അപ്പൊ നമ്മുടെ കമ്പനി എന്ത് ചെയ്യും, ആ ബാങ്ക് ലോക്ക് ചെയ്ത അല്ലെങ്കിൽ ബാങ്ക് അവിടെ നിർത്തിച്ചു വെച്ച അല്ലെങ്കിൽ ആ ബാങ്ക് ലോക്ക് ചെയ്തല്ല